ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഈറ്റ്സ് മെലൻ ഡയറീസ്. വന്നിരിക്കുന്ന ഞാൻ പുതിയൊരു ഈസി മഷ്റൂം ബിരിയാണി ആയിട്ട്. ഇത് എങ്ങനെ ഉണ്ടാക്കാം നമുക്കൊന്ന് നോക്കാം. നമുക്ക് ആവശ്യത്തിനായി കുറച്ച് മഷ്റൂം ഇതുപോലെ ഞാനൊരു പാക്കറ്റ് മേടിച്ചിട്ടുണ്ട്. ഞാൻ പുറത്തുനിന്ന് മേടിച്ചതാണ്. പിന്നെ 2 സവാള ചെറിയ രീതിയിൽ അരിഞ്ഞെടുത്തത്, അതിലേക്ക് ആവശ്യമുള്ള 2 തക്കാളി, കുറച്ച് പുതിന, കുറച്ച് കൊത്തമല്ലി, കുറച്ച് 2 പച്ചമുളക്, ബിരിയാണി മസാല, കുറച്ച് പട്ടാണി ഇതുപോലെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനായി കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ നമുക്ക് കാഷ്നട്ട്, മുന്തിരി, പട്ട, ഏലക്ക, ലവങ്ക, ബിരിയാണി ഇല, ഇങ്ങനത്തെ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഞാനൊരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ട് നമ്മുടെ മഷ്റൂം കുട്ടന്മാർ ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുക്കാം. ഇതിനകത്ത് നമുക്ക് ഒത്തിരി ഒരു മഞ്ഞളും ഉപ്പും ഇത്തിരി വെള്ളം ഒഴിച്ച് നമുക്ക് ഇതിനൊന്ന് മുക്കി വെക്കണം ഒരു അരമണിക്കൂർ. ആ സമയം കൊണ്ട് നമുക്കിതൊരു ചട്ടി അടപ്പത്ത് വെച്ച് അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മളെ മുന്തിരിനെ അങ്ങ് വറുത്ത് കോരിയെടുക്കാം. കാഷ്നട്ടും വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള എണ്ണയിലേക്ക് നമ്മളിതാ സവാള കൂട്ടന്മാരെ അങ്ങ് ഇട്ടങ്ങ് കൊടുക്കുക. നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. നന്നായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് തക്കാളിയും കുറച്ച് ബിരിയാണി ഇലയും 2 പച്ചമുളക് ഇട്ടിട്ട് ഇതുപോലെ അങ്ങ് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അടുക്കി പിടിക്കാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. നമുക്ക് നല്ലവണ്ണമായിട്ടൊന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതുപോലെ ഒന്ന് എണ്ണ തെളിഞ്ഞ് വരുന്ന വരെ ഒന്ന് ഇളക്കി നന്നായിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കണം. എന്നാലാണ് നമുക്ക് അതിൻ്റെ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി കിട്ടുള്ളൂ. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ ഇട്ടുണ്ട്, ഇതായി കിടക്കണം. വീണ്ടും 2ാമത്തെ ടേബിൾ സ്പൂൺ ഇതുപോലെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നു പറയണേ. എല്ലാ സ്ഥലങ്ങളിലേക്ക് എത്തുകയും അതുപോലെ മസാല എല്ലാ രീതിയിലും മിക്സ് ആവുകയും ചെയ്യും. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് വരട്ടി അങ്ങ് ഇട്ടിക്കണം. അതിനകത്ത് നമുക്ക് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്ന വരെ ഇതുപോലെ അങ്ങ് വരട്ടി ഇട്ടിക്കണം. അപ്പോൾ നമ്മുടെ ആ ഒരു നല്ല രീതിയിൽ ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് എണ്ണയൊക്കെ തെളിഞ്ഞ് കിട്ടും. അതിലേക്ക് നമുക്കൊന്ന് എണ്ണ തെളിഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ടത്. അതിലേക്ക് നമുക്ക് വീണ്ടും ഒരു 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വീണ്ടും അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിലാകുന്നത് വരെ നമുക്കിതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. ഇത് അടിയിൽ പിടിക്കാതെ നോക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മഷ്റൂംസിനെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന മഷ്റൂമിന് ഇതുപോലെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇതുപോലെ നന്നായിട്ട് മഷ്റൂം വെള്ളം ഒഴിക്കാതെ തന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കും. ഇതിൽ വെള്ളം ചേർക്കാൻ പാടില്ല കുറച്ച് നേരത്തേക്ക്. അതായത് മഷ്റൂമിൽ നിന്നുള്ള വെള്ളം തന്നെ നന്നായിട്ട് വരിയും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അടിയിൽ പിടിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മഷ്റൂം നന്നായിട്ട് വാടി ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മഷ്റൂമിൻ്റെ ഡിഷസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള നമ്മുടെ മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം. നമ്മുടെ മഷ്റൂമിൻ്റെ ഡിഷസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ 2 ഗ്ലാസ് അരി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. റൈസിൻ്റെ പരിപാടിക്ക് പോവാണ്. കുക്കർ അടപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് നമ്മൾ അതിനകത്തോട്ട് ഒഴിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി. അപ്പോൾ നമുക്ക് റൈസിലേക്കുള്ള ഒരു നെയ്യിൻ്റെ അളവാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പട്ട, ലവങ്ക, ബിരിയാണി ഇല, കാഷ്നട്ട് എല്ലാ സാധനങ്ങളും ഇതുപോലെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ബ്രൗൺ നിറം ആവുന്നത് വരെ ഒന്ന് വരട്ടി എടുക്കണം. എന്നാലാണ് നമുക്കതിന് നല്ല സ്മെല്ലൊക്കെ കിട്ടുള്ളൂ, നല്ല സുഗന്ധത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ സ്പൈസസിനൊന്ന് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ 2 ഗ്ലാസ് അരി കഴുകി വാരി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതിനകത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കഴുകി അരി എടുത്ത് വെച്ചിരിക്കുന്ന അരിയാണ് നമ്മൾ ഇതിനകത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 2 ഗ്ലാസ് അരിയാണ് ഇതിനകത്തുള്ളത്. അതും ഇതുപോലെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതായത് അരി ഒന്ന് വിടർന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഫ്രൈ ചെയ്ത്. അതിലേക്ക് നമുക്ക് പട്ടാണി ആവശ്യത്തിനുള്ള എടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. റൈസിൻ്റെ കൂടെ തന്നെയാണ് ഇതുപോലെ പട്ടാണിയും അരിയും കൂടി ഒന്ന് ജസ്റ്റായിട്ട് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്യണം. ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് അടിയിൽ പിടിക്കും. അതിലേക്ക് നമുക്ക് 2 ഗ്ലാസ് അരിക്കും നമുക്ക് 4 ഗ്ലാസ് വെള്ളമാണ് ആവശ്യം. അപ്പോൾ ഞാനിവിടെ 4 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. 4 ഗ്ലാസ് വെള്ളം ഇതുപോലെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സൈഡിലുള്ള അരികളൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് തട്ടിയിടണം, ഇല്ലെങ്കിൽ നമുക്ക് അത് ഫ്രൈഡ് ഒരു സ്മെല്ല് വരും. അപ്പോൾ നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ കുക്കർ ഇതുപോലെ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. 2 വിസിലിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു 5 ലിറ്ററിൻ്റെ കുക്കറിലാണ് ഞാനൊരു 4 ഗ്ലാസിൻ്റെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് നമ്മൾ കുക്കർ അങ്ങ് അടച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ലോക്കൊക്കെ ഇരിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ എയറൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ റൈസിൻ്റെ അളവ് നല്ല രീതിയിൽ കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ നമുക്കിതുപോലെ കുക്കർ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക്
2 വിസിലിന് ശേഷം നമ്മുടെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ബിരിയാണിക്കുള്ള എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഷോസ് പാനിലേക്ക് നമ്മളവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മഷ്റൂം ഡിഷസിനെ അങ്ങ് എടുത്തിടാം. അപ്പോൾ നമ്മുടെ മഷ്റൂം കറീന് ഗ്രേവി പോലെയായിട്ടാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ മേളിലേക്ക് നമുക്കിവിടെ വെന്ത് വന്നിരിക്കുന്ന 2 വിസിലിന് ശേഷം വെന്തിരിക്കുന്ന റൈസ് എടുത്ത് നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ റൈസ് ഇങ്ങനെ പയ്യെ പോലെ ഓരോ ലെയറായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം താഴെ മഷ്റൂം, അതിൻ്റെ മേളിലേക്ക് റൈസ്, അതിൻ്റെ മേളിൽ ഇതുപോലെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്ന കാഷ്നട്ട്, മുന്തിരി, പിന്നെ കുറച്ച് സവാള ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് നമ്മുടെ പുതിനയും കൊത്തമല്ലിയാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല ഒരു സ്മെല്ലൊക്കെ അതിലൂടെ വരുന്നതാണ്. അപ്പോൾ നമുക്ക് സഡനായിട്ട് വീട്ടിലേക്ക് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഒരു 5 മിനിറ്റുള്ളിൽ നമുക്കൊരു ബിരിയാണി തയ്യാറാക്കുന്നത് ഇതിലൂടെയൊക്കെ പറ്റും. അപ്പോൾ വേഗം തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ ഒരു റെസിപ്പിയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ മേലാനയ്ക്ക് കുട്ടിയാണ് മേലിട്ട് എന്തായാലും ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. ഈ വീഡിയോ കണ്ട് എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു എവരി വൺ. ബൈ, ലവ് യു.